കുടിയേറ്റക്കാരെ അധിക്ഷേപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിൽ നടക്കുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം. കുടിയേറ്റ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ സൈന്യത്തെ വിന്യസിപ്പിച്ചതിനെ ട്രംപ് ന്യായീകരിക്കുകയും ചെയ്തു. ലോസ് ആഞ്ചലസ് രാജ്യാന്തര ഗുണ്ടാ സംഘങ്ങൾ നിറഞ്ഞ ചവറുകൂമ്പാരം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. അനധികൃത കുടിയേറ്റക്കാരിൽ നിന്നും നഗരത്തെ സ്വതന്ത്രമാക്കുകയും ക്രമസമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആഭ്യന്തര കലാപം നേരിടാൻ സൈന്യത്തെ വിന്യസിപ്പിക്കേണ്ടി വന്നാൽ അത് ചെയ്യണമെന്ന സൂചനയും ട്രംപ് നൽകി. ഒരു കലാപം ഉണ്ടായാൽ തീർച്ചയായും അത് പ്രയോഗിക്കുക. US സൈന്യത്തിന്റെ 250-ാം വാർഷിക ആഘോഷത്തിന്റെ വേളയിലായിരുന്നു ട്രംപിന്റെ പരാമർശം. ലോസ് ആഞ്ചലസിലെ ഇപ്പോഴത്തെ കുഴപ്പം നിറഞ്ഞ സാഹചര്യത്തിന് കാരണം നിയന്ത്രണമില്ലാത്ത കുടിയേറ്റമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഭൂമിയിലെ ഏറ്റവും വൃത്തിയുള്ളതും സുരക്ഷിതവും മനോഹരവുമായ നഗരം പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഒരു മാലിന്യ കൂമ്പാരമായി മാറി. ലോസ് ആഞ്ചലസിലെ കുടിയേറ്റ പ്രശ്നത്തിനെ കുറിച്ചും പ്രതികരിക്കവേ ട്രംപ് പറഞ്ഞു, അന്തർദേശീയ സംഘടനയുടെയും ക്രിമിനൽ ശൃംഖലയുടെയും നിയന്ത്രണത്തിലാണ് ഈ നഗരം. കാലിഫോർണിയയിൽ നിങ്ങൾ കാണുന്നത് സമാധാനത്തിനും ദേശീയ പരമാധികാരത്തിനുമെതിരെ വിദേശ പതാകകൾ ഏന്തിയ കലാപകാരികൾ നടത്തുന്ന ആക്രമണമാണ്. ലോസ് ആഞ്ചലസിൽ നടക്കുന്ന പ്രക്ഷോഭം നേരിടാൻ 700 മറൈൻ സൈനികരെയും 4000 നാഷണൽ ഗാർഡ് സൈനികരെയുമാണ് വിന്യസിപ്പിച്ചത്. കാലിഫോർണിയൻ ഗവർണറുടെ ശക്തമായ എതിർപ്പ് അവഗണിച്ചാണ് സൈനികർ ലോസ് ആഞ്ചലസിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തത്. പ്രാദേശികമായ പ്രക്ഷോഭം നേരിടാൻ സൈനികരെ ഉപയോഗിച്ചത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന രൂക്ഷ വിമർശനമാണ് കാലിഫോർണിയയിലെ ഗവർണർ ഗാവിൻ ന്യൂസോ ഉയർത്തിയത്. ട്രംപ് ഫെഡറൽ അധികാരം ദുരുപയോഗം ചെയ്യുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രക്ഷോഭം അടിച്ചമർത്താൻ നാഷണൽ ഗാർഡുകളെ ഇറക്കിയതിനെ എതിരെയും കാലിഫോർണിയ സംസ്ഥാനം ട്രംപ് ഭരണകൂടത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ നേട്ടത്തിനായാണ് ട്രംപ് പ്രക്ഷോഭം ആളിപ്പടർത്തിയിരിക്കുന്നത് എന്നും ഗവർണർ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ലോസ് ആഞ്ചലസിൽ വലിയ പ്രക്ഷോഭങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും സുരക്ഷാ സേനയും പ്രക്ഷോഭകരുടെയും തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. പോലീസ് കണ്ണീർ വാതകം ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്നു. നിരവധി പ്രക്ഷോഭക്കാരെ അറസ്റ്റ് ചെയ്തു. രാജ്യത്ത് ആഭ്യന്തര കലാപമോ സായുധ കലാപമോ നടന്ന സാഹചര്യത്തിൽ കലാപം അടിച്ചമർത്താൻ സായുധ സേനയെ ഇറക്കാൻ പ്രസിഡന്റ് അധികാരം നൽകുന്ന നിയമവും നിലനിൽക്കുന്നുണ്ട്. 2026 ഫുട്ബോൾ ലോകകപ്പിന് അമേരിക്കയും ആതിഥേയം വഹിച്ചിട്ടുണ്ട്. അതിനു മുന്നോടിയായി നഗരത്തിൽ നിന്നും അധികൃത കുടിയേറ്റക്കാരെ പൂർണ്ണമായും ഒഴിവാക്കാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം. അതേസമയം അമേരിക്ക നേരിടുന്നത് പുതിയ പ്രതിസന്ധിയാണ്. രാജ്യം സംഘർഷകലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അനധികൃത കുടിയേറ്റക്കാർ എന്ന് ആരോപിച്ച് നിരവധി പേരെ അറസ്റ്റ് ചെയ്ത നടപടിയാണ് പുതിയ സാഹചര്യത്തിന് കാരണം. അറസ്റ്റിലായവരെ വിട്ടയക്കണം എന്ന് ആവശ്യപ്പെട്ട് നിരവധി പേരാണ് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിൽ തമ്പടിച്ചത്. പ്രതിഷേധം കനക്കുമെന്ന് കണ്ട് ഫെഡറൽ സൈന്യത്തെ വിന്യസിപ്പിച്ചു. സ്വന്തം പൗരന്മാരെ നേരിടാൻ സൈന്യത്തെ വിന്യസിപ്പിച്ച ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ നടപടികൾക്കെതിരെ നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. സൈനിക നീക്കത്തിനെതിരെ കാലിഫോർണിയൻ ഗവർണർ രംഗത്ത് വന്നിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പരിധിയിൽ കടന്നുകയറുകയാണ് ട്രംപ് ചെയ്യുന്നതെന്ന് അദ്ദേഹം വിമർശിച്ചു. അതിനിടെ അമേരിക്കയിൽ നിന്നും വേർപെട്ട് കാലിഫോർണിയ പുതിയ രാജ്യമാക്കണം എന്ന ആവശ്യവും ശക്തമാവുകയാണ്. അനധികൃത കുടിയേറ്റക്കാർ എന്ന് ആരോപിച്ച് നിരവധി പേരെ അറസ്റ്റ് ചെയ്തതാണ് സാഹചര്യം വഷളായത്. ഇതിനെതിരെ ലോസ് ആഞ്ചലസിൽ വലിയ പ്രതിഷേധം അരങ്ങേറിയിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്തു. പ്രതിഷേധക്കാരെ നേരിടാൻ ട്രംപ് സൈന്യത്തെ വിന്യസിപ്പിച്ചതോടെ വ്യാപകമായ പ്രതിഷേധത്തിന് ആഹ്വാനമുണ്ടായി. ഫെഡറൽ ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭം ശക്തമാകുമ്പോൾ എല്ലാം തന്നെ അമേരിക്കയിൽ നിന്നും വേർപെട്ട് പ്രത്യേകം ഒരു രാജ്യമാകണമെന്ന് കാലിഫോർണിയയിൽ ആവശ്യം ഉയരുകയാണ്. എന്നാൽ ഇത്തരം ആവശ്യം ശക്തമാണ് എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലോസ് ആഞ്ചലസിൽ 2000 സൈനികരാണ് ട്രംപ് വിന്യസിപ്പിച്ചത്. ചില ഭാഗങ്ങളിൽ പ്രതിഷേധക്കാർക്ക് നേരെ കണ്ണീർ വാതകവും റബ്ബർ ബുള്ളറ്റും പ്രയോഗിച്ചു. കാലിഫോർണിയ റിപ്പബ്ലിക് എന്ന കൊടിമരം പിടിച്ചും പ്രചാരണം നടത്തുന്നുണ്ട്. അമേരിക്കയിൽ 50 സംസ്ഥാനങ്ങളാണുള്ളത്. മിക്ക സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്തമായ നിയമങ്ങളുമുണ്ട്. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് മേൽ ട്രംപ് ഭരണകൂടം കൈകടത്തുന്നു എന്ന വിമർശനം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. 5.5 വർഷത്തോളം വോട്ടർമാരുടെ പിന്തുണ നേടുന്ന പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത്. 20-അംഗ കമ്മീഷൻ വിഷയത്തിൽ പഠനം നടത്തിയ ശേഷം തീരുമാനമുണ്ടാകും എന്ന് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അമേരിക്കയുടെ ഒരു ഭാഗം പുതിയ രാജ്യമായി മാറുന്നു എന്നത് എളുപ്പമായ കാര്യമല്ല. സംസ്ഥാനത്തിന്റെ ഔദ്യോഗികമായ ആവശ്യം വന്നാൽ
കോൺഗ്രസിന്റെ മുന്നിൽ 2 ഭൂരിപക്ഷത്തോടെയുള്ള അനുമതിയും വേണം. മാത്രമല്ല 4ൽ 2 അമേരിക്കൻ സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ലഭിക്കണം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കാലിഫോർണിയയ്ക്ക് ഇത് നേടുക എന്നത് അസാധ്യമാണ്.